चिढ़ने लगी है मुझसे दीवारें जिनमें नजर बंद हो। ऐसे जी तो जिंदा रहोगे सुन के रजामंद हो। चिढ़ने लगी है मुझसे दीवारें जिनमें नजर बंद हो। ऐसे जिए तो जिंदा रहोगे सुन के रजामंद हो। किस्मत का इतना भी मारा नहीं हूँ मैं, ये माना कि हालात से जरा जहम सा गया हो, मगर हारा नहीं हूँ मैं, हारा नहीं हूँ मैं, अकेला नहीं हूँ मैं, हारा नहीं हूँ मैं। गर जान है तो ये जहाँ भी बचपन से सुनता रहा, पर जिंदगी के अलावा है सारे सामान गिनता रहा। गर जान है तो ये जहाँ भी बचपन से सुनता रहा, पर जिंदगी के अलावा है सारे सामान गिनता रहा। मुसरिम हो थोड़ा सा जरा नहीं हूँ मैं, ये माना कि हालात से जरा जहम सा गया हो, मगर हारा नहीं हूँ मैं, हारा नहीं हूँ मैं, अकेला नहीं हूँ मैं, हारा नहीं हूँ मैं। ആലാപന മികവിന്റെ അനവധി വിരുന്നിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആലാപന വിരുന്നിന് അനുഗ്രഹ ആശംസകളുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം എം ജെ അങ്കിൾ, മധു അങ്കിൾ. നറുതെന്നൽ പോലെ സ്നേഹസ്വര മധുരവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം സീതക്കുട്ടി. വെൽക്കം സീതാലക്ഷ്മി ഓൺ സ്റ്റേജ്. എന്ന പേരോ അറിയേ യാരോ ഇവർ യാരോ എന്ന പേരോ. യാരോ ഇവർ യാരോ എന്ന പേര് സീതാലക്ഷ്മി. എന്ന് പറഞ്ഞാല് ഒരു കൃതിയാണിത്. യാരോ ഭൈരവിയിലുണ്ട്. അതില് സീതാദേവി ഇങ്ങനെ മിഥിലയിൽ ഇങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ വരുമ്പോഴത്തേക്കും സീതാദേവിയുടെ മനസ്സിലുള്ള ചിന്തയാണ് യാരോ ഇവർ യാരോ എന്ന പേരോ. മനസ്സിലായില്ലേ? അത് അങ്ങനെയും പറയുന്നുണ്ട്, അല്ലാതെ ശ്രീരാമന് തന്നെ തോന്നിയതായിട്ടും പറയുന്നുണ്ട്. വേറൊരു വേർഷൻ അത് സീതയെ പറ്റി പറയുന്നതാണ്. യാരോ ഇവർ യാരോ എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. മുഖം ഏതുപോലെന്ന് ചന്ദ്രബിംബ മുഖ ചന്ദ്രബിംബ മുഖ അങ്ങനെയാണ് കേട്ടോ. അതുപോലെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഏതാണ് പാട്ട്? ഫേവറേറ്റ് റൗണ്ടില് നായക പാലക.
ഞാനിപ്പോൾ പാടിയ പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ആരാണ് മ്യൂസിക് കമ്പോസർ? ശ്യാം സാറ്. ലിറിക്സ് മുല്ലനേഴി മാഷ്. ഓക്കെ, അപ്പോൾ സീത മാഷ് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സീതക്കുട്ടി, എന്തോ ഒരു സംശയം നമുക്ക് രണ്ടുപേർക്കും തോന്നി. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണ് സംഭവം? മനുജ സ്നേഹ ഗായിക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്നേഹോ ഗായിക എന്ന് പാടിയിരുന്നു അല്ലേ? അത് ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ സ്നേഹോ ഗായിക എന്നാന്ന് വിചാരിച്ചു. അതെന്നെ കേട്ടങ്ങ് പഠിച്ചു. എനിക്ക് സ്നേഹോ ഗായിക എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ അർത്ഥം ഒരു തെളിവില്ല അല്ലേ? അതെ, സ്നേഹ അങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. അത് സ്നേഹ ഓം ഗായിക. അപ്പൊ സ്നേഹവും ഗായിക എന്നൊക്കെ ഓം അങ്ങനെയൊക്കെയാണോന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമാണ്, പറയാൻ പറ്റില്ലല്ലോ. മുല്ലനേ മാഷ് അങ്ങനെ എഴുതാൻ സാധ്യതയില്ല. അപ്പൊ അത് സ്നേഹ ഗായ, മനുജ് സ്നേഹ ഗായിക. അതായത് എനിക്ക് തോന്നുന്നത് കുട്ടഞ്ഞേട്ട ഒറിജിനലിൽ കേൾക്കുമ്പോ അങ്ങനെ തോന്നണം സ്നേഹ ഗായക. അതാണ്. അപ്പൊ സ്നേഹ ഗായിക എന്നൊന്ന് പാടിക്കപ്പിച്ച ഒന്ന് സ്നേഹിക്കുക പ്ലീസ്. ആഹാ, ഇപ്പൊ സ്നേഹ ഗായകനോട് എത്തി. സ്നേഹ ഗായകൻ ആരാണ്? ദ ഓൾമൈറ്റി അല്ലേ? കൂടെ ഉണ്ട് എപ്പോഴും. എന്ത് മെലോഡിയസ് ആയിട്ടാണ് പാടുന്നത് സീതക്കുട്ടി. ചില ഏരിയാസ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. അത് കേൾക്കാനും വെരി സൂത്തിങ് ടു ദി ഇയേഴ്സ് എന്നാണ്, ആ രീതിയിലാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഈ നാദത്തിന് ഒരു ഇമ്പം കൂടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇമ്പം. ആ ഇമ്പം എനിക്ക് പല സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് പല്ലവി ആയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവരുത്. നമ്മുടെ കൂടെ കോറസ് പാടും, ചിലപ്പം ഒരു മെയിൽ വോയിസ് പാടും, അല്ലെങ്കിൽ പല ആൾക്കാരും ഒന്നിച്ച് പാടും. ചിലപ്പോൾ അവർക്ക് ചില തെറ്റുകൾ വരും. അപ്പം നമ്മൾ ആ ക്യാരിഡ് അവേ ആവരുത്. അങ്ങനെ ലാസ്റ്റ് പല്ലവിയിലോട്ട് വന്നപ്പോഴത്തേക്കും അവർ പാടിയതിൻ്റെ എന്തോ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ ആ സംഗതികളൊക്കെ നേരത്തെ പാടിയ പോലെ ഒരു പെർഫെക്ഷൻ അവിടെ വന്നിട്ടില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? ആ, അത് ഒരിക്കലും വരരുത്. അത് അക്ഷരമാലയിൽ ഉണരുന്നു, അത് അവര് പാടേണ്ട പോർഷനായിരുന്നു. അപ്പൊ അവർക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും അവരാണ് പാടണ്ടേ. അവർക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് കണ്ടപ്പോ തോന്നി, അപ്പൊ ഞാൻ തന്നെ പാടി. അതൊക്കെ വിട്ടിട്ട് യു ഷുഡ് ഡു യുവർ ജോബ്. അതാണ്, അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഏകാഗ്രത വേറെ ആൾക്കാർ കാരണം നമ്മുടെ ഒരു പെർഫോമൻസിൽ അത് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ നായിക എന്നുള്ള അവസാനത്തെ ഒരു സംഗതിയില്ലേ, അപ്പൊ നായകൻ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അറിയും തോറും എന്ന് പാടിയോ? അറിയും തോറുമാണ്, അറിയും തോറും അല്ല. അതാണ്. അപ്പൊ ലിറിക്സ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് തീർത്ഥം തരട്ടെ. അതിനുണ്ടേ. ശരി തിരുമേനി. ഇനി അമ്മാവൻ അങ്ങനെ പറഞ്ഞോളൂ. സീതക്കുട്ടി, എന്തോ വളരെ നന്നായിരുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം വീണ്ടും വന്നപ്പോ ഇമ്പം അല്ലെങ്കിൽ മാധുര്യം കൂടി എന്ന് പറഞ്ഞു. ആ ശബ്ദത്തിന് മാധുര്യം കൂടി. പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അസലായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മധു, എപ്പോഴും ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഈ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം ശിവം സുന്ദരം. ആ ഈശ്വരൻ തന്നെയാണ് നായകനും സ്നേഹഗായകനും എന്ന് പറയുന്നത്. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സുന്ദരം. സത്യം ശിവം സുന്ദരം, शिवं सुंदरम. ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है.
ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം. Sidakudi going to be awarded a triple wow today. ഏത് പൂക്കുറ്റിയാണോ അത്? പറഞ്ഞോ. വെളുത്തുള്ളി പൂക്കുറ്റി. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി. മധു ഒരു വെളുത്തുള്ളി ഓ, പൂക്കുറ്റി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടിയെന്ന്. ഞാൻ അച്ഛൻ കൊള്ളാട്ടോ. നടക്കട്ടെ നടക്കട്ടെ. അടിച്ചോ. അപ്പൊ പോരട്ടെ ഒരു വെളുത്തുള്ളി പൂക്കുറ്റി. Sidakudi gets a triple wow. Wow! 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 താങ്ക് യു സർ. നീ ഫ്ലോറിൽ തന്നെ നിൽക്കാണോ? പുറത്തേക്കൊന്നും വരുന്നില്ല? വരുന്നുണ്ടേ. ആ ആയിക്കോട്ടെ, എന്നാ ചെല്ലൂട്ടോ, വന്നേക്കാം. ഇനി ഇവിടെ പാടാനെത്തുന്നത് ഞാൻ നമ്മുടെ സ്വന്തം പ്രേക്ഷകർക്കും നമ്മുടെ ജഡ്ജസിനും ഒരു സർപ്രൈസ് തരാൻ പോവാണ്. നമ്മുടെ റിച്ച് കുട്ടനാണ് ഇവിടെ പാട്ട് പാടാൻ പോകുന്നത്. പക്ഷെ റിച്ച് കുട്ടൻ ഫ്ലോറിൽ വരുന്നില്ല. നമ്മുടെ 24 ന്യൂസിന്റെ സഹായത്തോടെ റിച്ച് കുട്ടൻ ഇപ്പൊ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ പോവാണ്. അപ്പൊ നമുക്ക് റിച്ചുവിനെ കാണണ്ടേ? റിച്ച് കുട്ടാ, റിച്ചുമണി, കുഞ്ചുമണി, റിച്ചുകുട്ടാ, ചക്കരക്കുട്ടാ. എടാ എത്ര ദിവസമായിട്ടാ കണ്ടിട്ട് തന്നെ? അതെ അയ്യോ നീ ഇവിടെ വരാത്തെന്താ കണ്ണാ? അയ്യോ എന്തോരം മിസ് ചെയ്യുന്നു. കൊറോണ കഴിട്ടേന്ന്. അവന് വിവരമുണ്ട്, ആ അതെ, വിവരമുണ്ട് അവന്. കണ്ണാ എന്തൊക്കെയാടാ വിശേഷം? നല്ല വിശേഷം. ആണോ? പാട്ടൊക്കെ പാടാറുണ്ടോ വീട്ടില്? ആണോ? ഓ ഓ അതിനൊരു മാറ്റമില്ല. ആ ഇവന് എന്തോരം മിസ് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, അത്ര മിസ് ചെയ്തു. റിച്ചുവിന്റെ വലിയൊരു ഫാനുണ്ട്. ഞാൻ എന്റെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന അമ്മയുണ്ട് വൈക്കത്ത്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പിന്നെയും ടോപ്പ് സിംഗർ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ അമ്മ പറയാണ് റിച്ചു ഉണ്ടോ? റിച്ചു ഇല്ലെങ്കിൽ ടോപ്പ് സിംഗർ കാണത്തില്ല അമ്മ. അപ്പൊ എത്ര എത്ര ജനലക്ഷങ്ങളുടെ വലിയൊരു എന്താണ് റിച്ചു ഫാൻസ്. അതാണ് ഞാൻ റിച്ചുവിന്റെ വലിയ ആരാധകനാട്ടോ. ഞാനും അതെ. ഞാനും അതെ. നമ്മളെല്ലാരും അതെ. കാണാ ഏത് പാട്ടാടാ? മധുവിതുരാവുകളെ സുരഭില യാമങ്ങളെ മടിയിൽ ഒരു ആൺപൂവിനെത്താ അല്ലടേ? അതെ. ആ അപ്പൊ റെഡിയാണോ? ആ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു. അപ്പൊ 24-ന് പ്രത്യേകം താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരത്തിൽ നിന്ന് എൻ്റെ നമ്മുടെ റിച്ചുകൂട്ടനെ ഒന്നുകൂടെ ഇവിടെ ഈ സ്റ്റേജിൽ നേരിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു വെർച്വൽ റിയാലിറ്റി ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നതിന് ദാറ്റ് ഇസ് ഗ്രേറ്റ്, വണ്ടർഫുൾ. ഫ്ലവേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ പാടിക്കടാ. അപ്പൊ റിച്ചുകുട്ട പാട്ട് പോയിക്കോട്ടെ. ഓൾ ദ ബെസ്റ്റ്.
ഇതുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൺ പൂവിനെ താ. കൊച്ചു ഗള്ള, എന്തൊരു പാട്ടാടാ നീ. താങ്ക് യു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോഴേ ഏതോ ഒരു കുളിർ മഴ ഇവിടെ പെയ്തു തീർന്നു. അതെ അതെ ശരിക്കും ഒരുപാട് നാൾ മഴയില്ലാതെ ഇരുന്നിട്ടേ ഒരു സ്ഥലത്ത് ഇങ്ങനെ, പ്രത്യേകിച്ചും ഏതോ ഒരു ഡെസേർട്ടിലൊക്കെ ഇങ്ങനെ മഴ വരുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടാവുമല്ലോ. നമുക്ക് കുടിക്കാനും വെള്ളം ആവുന്ന ആ മഴ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവൻ്റെ പാട്ടെന്ന് പറയുന്നത്. അത് സംഗീതത്തിൻ്റെ മഴയാണ്. താങ്ക് യു. ഐ ലവ് യു കണ്ണ. ലവ് യു ടു. ഈ പാട്ട് കേട്ടപ്പോഴത്തേക്കും ഈ വരികളിലുള്ള പോലെയാണ് അത് തരാൻ തോന്നി. അതായത് ആ കവിളിൽ അഴക് വിരിയും മറുകിൽ ഒരു ഉമ്മ. ഉമ്മ. സബാഷ്. ആ കവിളിൽ അഴക് അതൊന്ന് പാടിക്കപ്പീടാ. അതെ. വെയിറ്റ്. കവിളിലഴക് സഗരി സനിസ. ഓ ആ ഉമ്മ ഒരു അതൊക്കെ സൂപ്പറായിരുന്നു. ഓക്കെ അതൊക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ നിൻ തരിവളകൾ അത് പഠിക്കേ. അവിടെയും തരിവളകൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഓർഡിനെ പാടാൻ. പിന്നെ നിൻ കളിച്ചിരികളിൽ ഒരു യദുകുലമുണരുന്ന ഉണര് ഒരു യദുകുല യദുകുല. ഉണര് അവിടെ ഉണർന്ന കേട്ടാ യദുകുലം. എന്താടാ ഇതെങ്ങനെയാടാ ഈ പാട്ടൊക്കെ പഠിക്കുന്നത്? അച്ഛനാണ്. അച്ഛനൊരു അടി. ഈ 3 ലൈൻ ശരിയായില്ലല്ലോ. അപ്പൊ അച്ഛനൊരു ഇടി കൊടുക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഗുണ്ടകളെ നമുക്ക് അറേഞ്ച് ചെയ്താലോ അച്ഛനൊരു ഇടി കൊടുക്കാൻ? നീ സാധാരണ ചെയ്യാറുള്ള പരിപാടി. ഒരു ലോക്ക്ഡൌൺ ഇടി കൊടുത്താലോ? ലോക്ക്ഡൌൺ എനിക്ക് ഇടി കൊടുത്തോ, അച്ഛന് കൊടുക്കണ്ട.
അപ്പൊ സൂപ്പർ ആയിരുന്നടാ കണ്ണാ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഉമ്മ. റിച്ചുകുട്ടാ സൂപ്പറോ സൂപ്പർ, ഉഗ്രൻ ഉഗ്രൻ. എത്ര നാളായി? കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് റിച്ചുക്കുട്ടൻ എവിടെ, കാണാൻ കൊതിയാവണു എന്നൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് രേഖ ചേച്ചി. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ, മടിയിലൊരു ആൺപൂവിനെ താ, ജസ്റ്റ് പല്ലവി ഒന്ന് പാടാമോ? വിതുതാവുകളെ സുരവിലയാമങ്ങളെ മടിയിലൊരാൺപൂവിനെ മടിയിലൊരാൺപൂവിനെ താ, മടിയിലൊരാൺപൂവിനെ താ. ആദിനം പാടി ചന്തം പാടു, ആദിനം പാടി ചന്തം, അതിരഞ്ജനവർണ്ണം ആദിനഞ്ജനവർണ്ണം പാടി, അതിരഞ്ജനവർണ്ണം ആദിനഞ്ജനവർണ്ണം. അതിരഞ്ജനവർണ്ണം ആ പാടിക്കോ. ആ കവിളിലഴകു വിരിയും മറുകിൽ, ഉമ്മ 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 ഒരുമ്മ, ഉമ്മ. ആഹാ കൊള്ളാം. അപ്പോൾ അവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അച്ഛനോട് പറയൂ ഒന്നും കൂടി പഠിപ്പിച്ചു തരാൻ അവിടെ ആ ഭാഗത്ത്. ചരണത്തിന്റെ ഈ അനുപലയുടെ ലാസ്റ്റ് ലൈൻ, നിൻ തരിവളകളിൽ ഇളകിയാടും. എനിക്ക് ഈ ഒന്നും കൂടി കേൾക്കാൻ കൊതിയായിട്ടാണ് ഞാൻ വീണ്ടും പഠിപ്പിച്ചത് കേട്ടാ. എന്താ വിളിക്കണേ ഈ സാറിനെ, എന്താ വിളിക്കണേ? കുട്ടൻ ചേട്ടൻ. എം ജെ എന്നാ. എം ജെ അങ്കിൾ. ഓക്കെ, അപ്പൊ എം ജെ അങ്കിൾ നേരത്തെ കറക്റ്റ് ചെയ്ത കുറച്ച് ഭാഗം നീ ലോക്ക്ഡൌൺ കഴിയുമ്പോ എം ജെ ആക്കിയാണ്. അങ്ങനെയല്ലേ വിളിക്കാറ്? അങ്ങനെയായിരുന്നു വിളിക്കാറ്. എം ജെ അങ്കിൾ എന്നാ വിളിക്കുന്നത്. ആണോ? ഓക്കെ, ഇനി കുട്ടൻ ചേട്ടൻ വിളിച്ചോട്ടോ. മൊത്തത്തിൽ ഉഗ്രനായിരുന്നു, അടിപൊളിയായിരുന്നു. ജസ്റ്റ് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് വീണ്ടും പാടിപ്പിച്ചത്. അപ്പോ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. റിച്ചുവേട്ടന് ഏത് ഗ്രേഡ് കിട്ടുന്നു എന്നാലും പറയടേ. ഒന്ന് പറഞ്ഞു നോക്ക്, ചിന്തിച്ചു നോക്കൂ ഏതാ വേണ്ടത്, ഏതാണ് ഗസ് ചെയ്ത് നോക്കൂ. എനിക്കറിയില്ല. പറഞ്ഞാടേ ഏത് ഗ്രേഡ്. കുട്ടൻ ചേട്ടൻ അറിഞ്ഞോടെ ഏത് ഗ്രേഡ് എന്ന് നീ പറഞ്ഞു തന്നാ അത് തരാം. അറിയില്ല. അറിയില്ല. സോ റിച്ചുവേട്ടൻ ഈസ് ഗോയിങ് ടു ബി അവാർഡഡ് a triple bomb. ഏത് പൂക്കുറ്റി വേണടാ? എഞ്ചങ്ങളും മീനൂട്ടി ചേച്ചി. അപ്പൊ മധുമാമന്റെ. മധുമാമൻ. അപ്പൊ പോരട്ടങ്ങനെ ഒരു പൂക്കുറ്റി, മധുമീനു പൂക്കുറ്റി. റിച്ചൂട്ടൻ, ഇതൊരു അത്ഭുതമാണ്. കാരണം റിച്ചൂട്ടൻ അവൻ്റെ സ്ഥലത്ത് ഇരിക്കുകയാണ്, അവിടെ നിന്നാണ് നമ്മളെ പാട്ട് ഇവിടെ പാടി കേൾപ്പിക്കുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് അത് ആസ്വദിക്കുന്നു അല്ലേ. റിച്ചൂട്ടനെ പോലെ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, അവനൊരു വലിയൊരു പ്രോഡിജിയാണ്. അവന് അതുപോലെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും, അതെ അതെ അതെ. അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ടാലൻ്റുള്ള നമ്മുടെ കുട്ടനാണ് റിച്ചൂട്ടൻ. റിച്ചൂട്ടാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ, പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ. കുറേയും കൂടെ ഈ പാട്ടൊക്കെ കുറച്ചും കൂടെ അത് റിഹേഴ്സ് ചെയ്തിട്ട് വന്ന് പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയേനെ കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയണം കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് അതിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ പാട്ടൊക്കെ പഠിച്ച് റിച്ചൂട്ടൻ അടുത്ത പാട്ടിന് വരുമ്പോഴത്തേക്കും നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ ഒരുമ്മ. അപ്പോൾ ഇത്രയും ദിവസം എന്തൊക്കെയായിരുന്നു പരിപാടി? പിന്നെ അമ്മയെ സഹായിച്ചു എന്നൊക്കെ പറയണ കേട്ടല്ലോ. കുക്കിംഗ് ചെയ്യും. കുക്കിംഗ് ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഞാൻ ഇളക്കി കൊടുത്തു എല്ലാ സാധനങ്ങളും. ഇളക്കി കൊടുത്തു. ഓക്കെ ഓക്കെ. എന്തൊക്കെ ഉണ്ടാക്കി തന്നു? എന്തൊക്കെയാ കഴിച്ചത് ഇപ്പോ ഈ സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത്? പത്തിരി, ദോശ. ആഹാ, എന്താ ഇഷ്ടപ്പെട്ട ആഹാരം? എന്താ ഇഷ്ടപ്പെട്ട ഫുഡ്? ദോശയും ചമ്മന്തി. സെയിം ബെഞ്ച്. എനിക്ക് 3 നേരം ദോശ തന്നാലും എനിക്ക് കുഴപ്പമില്ല. മധുര അങ്ങനെയാണ്. എനിക്കും അതെ. ദോശ ഫ്രീക്ക് ആണോ മീനുട്ടി?
എനിക്ക് ദോശ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആ അപ്പൊ നമ്മൾ 4 പേര് അതെ. ഫോർസം ദോശ ഫ്രീക്കുകളാണ്. അപ്പൊ നന്നായിട്ട് ദോശയൊക്കെ കഴിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടുത്ത പാട്ടിന് വരണം. വീണ്ടും സന്ധിക്കും വരെ അൻപാർന്ന വണക്കം തലവരെ. ടാറ്റാ റിച്ചുമണി, ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ടാറ്റാ.